മുല്ലപ്പെരിയാർ ആ ഡാമൊന്ന് ഏത് സമയവും പൊട്ടി താഴെ വീണാൽ കേരളത്തിലെ 5 ജില്ല വെള്ളത്തിനടിയിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ മുല്ലപ്പെരിയാർ കൊണ്ട് അവിടുത്തെ ജലം കൊണ്ട് 50,000 കോടി രൂപയുടെ തമിഴ്നാട് ലാഭം ഉണ്ടാകും, പച്ചക്കറിയായിട്ടും ഇതിനും. അതിനൊന്നും സേവ് കേരളയ്ക്ക് ഇതൊന്നുമില്ല, അതിലൊന്നും സമ്പാദിക്കുന്നില്ല. അതുപോലെ തന്നെ 5,000 കോടി രൂപയുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്കൊന്നുമില്ല. എംപവേർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഈസ് ഫാൾസ്, മാനിപ്പുലേറ്റഡ് ആൻഡ് ആൻ അൺസയൻറ്റിഫിക് വൺ. ഇതാണ് ഞാൻ കണ്ടെത്തിയത്, ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അത് 21ഓളം പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഈ റിപ്പോർട്ട് മാനിപ്പുലേറ്റഡ് ആണെന്ന് ഞാൻ സുപ്രീം കോടതിയിൽ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലഡിൻ്റെ ഡാറ്റാസ് എടുത്താൽ മുല്ലപ്പെരിയാർ ഡാമിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയരം കൂട്ടേണ്ടി വരും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ നീളം കൂട്ടേണ്ടി വരും, കംപ്ലീറ്റ് സ്ട്രക്ചറെ മാറ്റേണ്ടി വരും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഡാം, സുർക്കി മിശ്രിതം 130 വർഷങ്ങൾ കൊണ്ട് ഇല്ലാതെയായ ഡാം, ഈ മുഖ്യമന്ത്രി വിചാരിച്ചാലൊന്നും ഒന്നും നടക്കൂല. ഈവൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടക്കുമോ? സ്റ്റാലിൻ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു ചർച്ച വേണം. എല്ലാവരും ഒരു ടേബിളിൻ്റെ ചുറ്റിലും ഇരിക്കണം. ഇത് തമിഴ്നാടിൻ്റെ പ്രശ്നമോ കേരളത്തിൻ്റെ പ്രശ്നമോ അല്ല, ഇത് ഭാരതത്തിൻ്റെ പ്രശ്നം മാത്രമാണോ? അല്ല, ഇത് ലോക പ്രശ്നമാണ്. സർക്കാരിൻ്റെ ഉദാസീനതയാണിത്. നമ്മുടെ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായാൽ നമുക്ക് ഈ ഡാം പണിയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സേവ് കേരള ബ്രിഗേഡ് എന്നുള്ള സംഘടന നിയമ പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. നിലവിലിപ്പോൾ അവർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതീകാത്മക ശവമഞ്ചവും ഏന്തിയാണ് അവർ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി അടക്കം ഈയൊരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈയൊരു സംഘടന നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ജനങ്ങളെ ആകെ ഭീഷണി നേരിടുന്ന ഒരു മുല്ലപ്പെരിയാർ ആ ഡാമൊന്ന് ഏത് സമയവും പൊട്ടി താഴെ വീണാൽ കേരളത്തിലെ 5 ജില്ല വെള്ളത്തിനടിയിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് സേവ് കേരള ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ വിവിധ സമര പരിപാടികൾ സംഘടിപ്പിക്കും, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും, കോടതിയിൽ സുപ്രീം കോടതിയിൽ പോലും കേസ് നടത്തുകയും അതിലൊരു പരിഹാരം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 13-ാം തീയതി ഒരു പുനരന്വേഷണം നടത്തണമെന്നും അതിനോടൊപ്പം തന്നെ അവിടെ മുല്ലപ്പെരിയാറിൻ്റെ ജലം പരിശോധന നടത്തി അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ വലിയ താല്പര്യങ്ങൾ എടുക്കുന്നില്ല. കേരള ഗവൺമെൻറ്, നമുക്കറിയാം, മുല്ലപ്പെരിയാറിന് കൊണ്ട് കേരളത്തിൽ യാതൊരുവിധ ഗുണവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മുല്ലപ്പെരിയാർ കൊണ്ട് അവിടുത്തെ ജലം കൊണ്ട് 50,000 കോടി രൂപയുടെ തമിഴ്നാട് ലാഭം ഉണ്ടാകും, പച്ചക്കറിയായിട്ടും ഇതിനും. അതിനൊന്നും സേവ് കേരളയ്ക്ക് ഇതൊന്നുമില്ല, അതിലൊന്നും സമ്പാദിക്കുന്നില്ല. അതുപോലെ തന്നെ 5,000 കോടി രൂപയുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്കൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഭീഷണിയിൽ നേരിടുകയാണ്. നമുക്കറിയാം, 1924 99 വെള്ളപ്പൊക്കം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കം ഉണ്ടായത് തന്നെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു സൈഡ് തകർന്നതുകൊണ്ടാണ്. അന്ന് ഓല നനഞ്ഞ വീടുകളും പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളെല്ലാം ഓല മേഞ്ഞും അതുപോലെ വക്കോൽ കെട്ടിടങ്ങളും പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പുതുക്കി അത് ചെയ്തു മുമ്പോട്ട് പോയി. ഇപ്പോൾ അതിഗുരുതരമായി ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിന് താഴെ 80ഓളം ചെറു ഡാമുകളുണ്ട്. ചെറുതോണി, അതുപോലെ തന്നെ ഇടുക്കി ഡാം, അങ്ങനെ നിരവധി ഡാമുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം മുല്ലപ്പെരിയാർ പോന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ, കേരളം എന്ന സ്ഥാനം ഭൂപടത്തിൽ പോലും ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. കേരള ജനങ്ങൾക്ക് അതിൻ്റെ സുരക്ഷിതത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരെയാണ് ഞങ്ങളിവിടെ സമരം നടത്തിക്കൊണ്ട് 2 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിക്കൊണ്ട് ഇന്ന് ശവപ്പെട്ടിയിൽ ഒരാൾ ക്രിയാത്മകമായ ഒരു സമരം നടത്തിക്കൊണ്ട് ഇന്ന് അഡ്വക്കേറ്റ് റെക്സൽ ജോയി സാറ് സുപ്രീം കോടതിയിൽ കാലങ്ങളായി കേസ് നടത്തുന്നയാളാണ്. അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക, ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കുക, അതുപോലെ മുല്ലപ്പെരിയാർ ഡാം റീകണ്ടീഷൻ ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്ര നിസ്സംഗത
പുലർത്തുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് തമിഴ്നാടുമായിട്ടുള്ള എന്തോ ധാരണയാണ്. ഇതൊരു 1970 ഒരു കരാർ, 999 വർഷത്തെ കരാർ നീട്ടിവെച്ചുകൊണ്ടാണ് ഇത്. ഈ കരാർ കേരളത്തിൽ അന്ന് ഈ കരാർ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ തിരുക്കൊച്ചി അത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ തിരുരക്തം കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പിടുന്നത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്നത് ഭൂപടത്തിൽ പോലും ഉണ്ടാവില്ല എന്ന് അന്നത്തെ ഭരണാധികാരികൾക്കറിയാം. 1970 ഈ കരാർ പുതുക്കി വെച്ചു. എന്നും ജനങ്ങളുടെ സുരക്ഷിതത നോക്കിയല്ല, തമിഴ്നാടിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവിടുത്തെ ആ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചുള്ളൂ. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചില്ല. അതാണ് ഇതുപോലെ സംഭവിച്ചത്. കോടതിക്ക് പോലും ബോധ്യമുണ്ട് ഇത് റീകണ്ടീഷൻ ചെയ്യണമെന്നും ഇത് പുനർനിർമ്മിക്കണമെന്നും ഉള്ള കോടതിക്ക് പോലും അഭിപ്രായമുണ്ട്. അത് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വളരെ വഞ്ചിതരായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എംബോർഡ് കമ്മിറ്റിയാണ്. ഈ എംബോർഡ് കമ്മിറ്റിയിൽ അന്നത്തെ ഫോമർ ചീഫ് ജസ്റ്റിസായ AS ആനന്ദ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വലിയ സുഹൃത്തായ AS ലക്ഷ്മണൻ സാർ ഉണ്ടായിരുന്നു. ശ്രീ KT തോമസ് ഉണ്ടായിരുന്നു. 3 ഫോമർ ജഡ്ജസും 2 ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരീക്ഷണങ്ങൾ നടന്നത്. ഇവരൊരു റിപ്പോർട്ട്, അതായത് എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. അതിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ഡാം ഇസ് സേഫ്. ആ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഓരോ ലൈനായിട്ട് ഞാൻ പഠിച്ചിട്ട് അത് കൃത്യമായി വിശകലനം ചെയ്തിട്ട് ഞാൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട് ഈസ് ഫാൾസ്, മാനിപ്പുലേറ്റഡ് ആൻഡ് ആൻ അൺസയൻറ്റിഫിക് വൺ. ഇതാണ് ഞാൻ കണ്ടെത്തിയത്. ഇതാണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അത് 21ഓളം പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഈ റിപ്പോർട്ട് മാനിപ്പുലേറ്റഡ് ആണെന്ന് ഞാൻ സുപ്രീം കോടതിയിൽ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് ഒരു ചെറിയ കാര്യം മാത്രം പറയാം. PMF ഫിക്സേഷൻ. PMF എന്ന് പറഞ്ഞാൽ പ്രോബബിൾ മാക്സിമം ഫ്ലഡ്. ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് PMF ആണ്. PMF ഫിക്സ് ചെയ്യണതിന് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 10,000 വർഷത്തെ ഫ്ലഡ് ഡാറ്റ എടുക്കും. UK, യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ 1000 വർഷത്തെ ഫ്ലഡ് ഡാറ്റ എടുക്കും. നമ്മുടെ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 വർഷത്തെയെങ്കിലും എടുത്തുകൂടെ? 100 വർഷത്തിലെ ഏറ്റവും വലിയ പ്രളയം എന്ന് പറയുന്നത് 1924 99 വെള്ളപ്പൊക്കം എന്ന് മലയാള ഏരിയയിൽ പറയുന്ന വെള്ളപ്പൊക്കമാണ്. അതെടുത്തിട്ടില്ല, അതുപോലെ എടുത്തിട്ടില്ല. അതെടുത്താൽ, ആ ഫ്ലഡിൻ്റെ ഡാറ്റാസ് എടുത്താൽ മുല്ലപ്പെരിയാർ ഡാമിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയരം കൂട്ടേണ്ടി വരും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ നീളം കൂട്ടേണ്ടി വരും, കംപ്ലീറ്റ് സ്ട്രക്ചറെ മാറ്റേണ്ടി വരും. അതിന് സൗകര്യപൂർവ്വം ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മേലെ ഒരു പാരപ്പറ്റ് വാൾ പണിതു. പാരപ്പറ്റ് വാൾ. പക്ഷെ എല്ലാ ഡാമിൻ്റെ മേലെ ഒരു ഫ്രീ ബോർഡ് വേണമെന്നാണ്. ഫ്രീ ബോർഡ്. ആ ഫ്രീ ബോർഡിന് പകരം സയൻസിനെ വഞ്ചിച്ചുകൊണ്ട്, ശാസ്ത്രത്തെ വഞ്ചിച്ചുകൊണ്ട്, സുപ്രീം കോടതിയെ വഞ്ചിച്ചുകൊണ്ട് ഇവരൊരു പാരപ്പറ്റ് വാളാണ് പണിതിട്ടുള്ളൂ. പിന്നെ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ വെച്ചിട്ട് ഡാമിൻ്റെ ഉള്ളിൽ, ഡാമിൻ്റെ അടിയിൽ പോയിട്ട് അതിൻ്റെ ഉൾഭാഗം ഒരു എക്സ്റേ, നമ്മുടെ ശരീരത്തിലെ എക്സ്റേ എടുക്കുന്ന പോലെ ഒരു എക്സ്റേ എടുത്തിട്ടുണ്ട്. അതിന് വേറെ പേരാ ഉപയോഗിക്കുന്നത്. അത്തരം ഒരു എക്സ്റേ എടുത്തിട്ട് ഡാം മുഴുവനും പൊള്ളയാണെന്നും ഒരു ട്രക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നിർത്താമെന്നും തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 300ഓളം CD എടുത്തതിൽ 10-12 CD മാത്രമാണ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളൂ. ബാക്കി CD ഹാജരാക്കിയിട്ടില്ല. ആ CD കേരളത്തിലെ ജനങ്ങൾ കണ്ടാൽ, ഈവൻ സുപ്രീം കോടതി കണ്ടാൽ ഞെട്ടും. അത്രയ്ക്ക് ഭയാനകമാണ് ഓരോ CD-യും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഡാം, സുർക്കി മിശ്രിതം 130 വർഷങ്ങൾ കൊണ്ട് ഇല്ലാതെയായ ഡാം, സുർക്കി മിശ്രിതത്തിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ചുണ്ണാമ്പ് വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് കാർബോണിക് ആസിഡ് ഉണ്ടായി കല്ലുകളെ ദ്രവിപ്പിച്ച ഒരു ഡാം ഇന്നും അവിടെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണെന്ന് പറയേണ്ടി വരും. ഇറ്റ്സ് എ മിറേക്കിൾ എന്നാണ് ഞാൻ പറയുന്നതല്ല. ഈ KSEB-യുടെ ചെയർമാനായിരുന്ന ഈ സുപ്രീം കോടതിയിൽ ഈ മുല്ലപ്പെരിയാർ കേസിൽ ഫയലുമായിട്ട് കൊണ്ടു നടന്ന ചീഫ് എഞ്ചിനീയർ പറഞ്ഞതാണ്. അങ്ങനെ പല ഏജൻസികളും പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം ഐക്യരാഷ്ട്ര സംഘടനയുടെ അക്കാഡമിക് വിങ് പറഞ്ഞു, ലോകത്ത് ഡീകമ്മീഷൻ ചെയ്യപ്പെടേണ്ട 100 ഡാമുകളിൽ ഒന്ന് മുല്ലപ്പെരിയാർ ഡാമാണ്. നമ്മൾ ചിന്തിക്കണം, 2018 പ്രളയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ജീവന് പുറമെ 1000-ലധികം ജീവനുകൾക്ക് പുറമെ സർക്കാർ കണക്കിൽ 40,000 കോടി രൂപ നമുക്ക് നഷ്ടമുണ്ടായി.
ഒരു ഡാം പണിയണതിന് 2000 കോടി മതി. ഇനി കൂടുതലായിട്ട് പറഞ്ഞാൽ 3000 കോടി എന്ന് വെച്ചോ, അത്രയും മതി. നമുക്ക് 2018 പ്രളയത്തിലുണ്ടായത് 40,000 കോടിയുടെ നഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് ഈ 3000 കോടി ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നില്ല? എന്താ കാരണം എന്നറിയോ? പുതിയ ഡാം വന്നാൽ പുതിയ കരാറ് വരും. പുതിയ കരാറ് വന്നാൽ അവരുടെ തന്നെ കണക്ക് പ്രകാരം 10 വർഷം മുമ്പുള്ള കണക്ക് പ്രകാരം 50,000 കോടി രൂപ കൃഷിയിൽ നിന്ന് അവരുണ്ടാക്കുന്നു. 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്, നമ്മൾ ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ 50,000 കോടിയിൽ ഒരു 10,000 കോടിയെങ്കിലും കേരള ഖജനാവിലേക്ക് തരേണ്ടി വരും. സർപ്ലസ് സ്റ്റേറ്റായ ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റായ തമിഴ്നാട് 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് മൊത്തം തരേണ്ടി വരും. കാരണം അവർ എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇത് തരാൻ പറ്റൂല. ഇതിന് വലിയൊരു എക്കണോമിക് ആസ്പെക്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഡാം തകർന്നാൽ ബാക്കിയുള്ള ഡാമുകൾ തകർന്ന് 1,00,000-ലേറെ ഫാക്ടറികളും തറഞ്ഞ് വിഷവായുവും ക്രൂഡ് ഓയിലും പെട്രോളും ഏവിയേഷൻ ഗ്യാസും മറ്റതും മറിച്ചതും കത്തുന്നതും കത്താത്തതുമായ എല്ലാ വാതകങ്ങളും പോയിസണസ് ആയിട്ടുള്ള എല്ലാ ദ്രാവകങ്ങളും ഈ നാട്ടിൽ നിറഞ്ഞ് പുല്ല് പോലും മുളക്കത്തില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കണം. അത് വെറുതെ 2,000-3,000 കോടി കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നം വെച്ച് നീട്ടി ഒരു വലിയ ദുരന്തത്തിലേക്ക് വന്നാൽ, ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം 50 വയസ്സ് കഴിഞ്ഞവർ കൂടുതലുണ്ട്. ഞങ്ങളുടെയല്ല ലോകം, നിങ്ങളുടെയാണ് ഈ ലോകം. ഇവിടുത്തെ യുവാക്കളുടെയാണ് ഈ കേരളം. ഇവിടുത്തെ യുവാക്കളുടെ കുട്ടികളുടേതാണ് കേരളം. ഈ ആളുകളൊക്കെ ചിന്തിക്കാതെ, ഒരു പ്രായമായ ആളുകൾ ചിന്തിക്കാതെ നിസ്സംഗരായിരുന്ന് പ്രതിഷേധിക്കാതെ ഇരുന്ന് അവരുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നത് പുല്ല് പോലും മുളക്കാത്ത ഒരു കേരളമാണോ എന്നാണ് സേവ് കേരള ബ്രിഗേഡിന് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു നിസ്സംഗത ഈ ഒരു വിഷയത്തിൽ പാലിക്കുന്നത്? അത് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാത്തത് എന്താണ് നിങ്ങൾ? അത് അഡ്വക്കേറ്റ് റസൽ ജോയി ആണോ അതിന് മറുപടി പറയേണ്ടത്? അല്ലെങ്കിൽ സേവ് കേരള ബ്രിഗേഡാണോ പറയേണ്ടത്? എൻ്റെ സഹപ്രവർത്തകരായ അമൃത പ്രീതം, വർഗീസ് ഏട്ടൻ, ഈ പറഞ്ഞ ജലീൽ, ജോസ് ഏട്ടൻ, ബിബിൻ, ഞങ്ങളുടെ ട്രഷറർ ജോസഫ് സാർ, ഇവരൊക്കെയാണോ ഇത് പറയേണ്ടത്? ആണോ? ഇത് കേരള സർക്കാർ പറയണം. ഇത് കേരളത്തിലെ യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മെയിൽ അയക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മെയിൽ അയക്കുന്നില്ല? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് വെറുതെ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ തലയ്ക്ക് മേലെ 130 വർഷം പഴക്കമുള്ള ഒരു ഡാം നിൽക്കുന്നു, അത് ഡീകമ്മീഷൻ ചെയ്യൂ എന്ന് പറയേണ്ടത് ഈ നാട്ടിലെ ഓരോ സിറ്റിസൻ്റെയും കടമയാണ്. അത് നിങ്ങൾ ചെയ്യണം. ഈ മുഖ്യമന്ത്രി വിചാരിച്ചാലൊന്നും ഒന്നും നടക്കൂല. ഈവൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടക്കുമോ? സ്റ്റാലിൻ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു ചർച്ച വേണം. എല്ലാവരും ഒരു ടേബിളിൻ്റെ ചുറ്റിലും ഇരിക്കണം. ഇത് തമിഴ്നാടിൻ്റെ പ്രശ്നമോ കേരളത്തിൻ്റെ പ്രശ്നമോ അല്ല. ഇത് ഭാരതത്തിൻ്റെ പ്രശ്നം മാത്രമാണോ? അല്ല. ഇത് ലോക പ്രശ്നമാണ്. ഇന്ന് ചൂട് കൂടിയാൽ ലോകം നശിക്കും. ഇതല്ലേ പറയണേ? ചൂട് കൂടിയ ലോകം നശിക്കും. അതായത് 3.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടി ലോകത്തെ ചൂട് വർദ്ധിച്ചാൽ ഹിമാലയത്തിലെ മഞ്ഞുരുകും, ആൽസ് പർവ്വത നിരകളിലെ മഞ്ഞുരുകും, ലോകം നശിക്കും. ഇതെല്ലാം കൂടി കത്തി കടൽ വരെ കത്തും. ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ മാത്രം പറഞ്ഞാൽ മതി, വിട്. ഈ ഏവിയേഷൻ ഫ്യൂവൽ, എയർപോർട്ടിലെ ഏവിയേഷൻ ഫ്യൂവൽ വിട്. ബാക്കിയുള്ള കമ്പനികളുടെ പോയിസണസ് ആയ അല്ലാത്തതുമായ ദ്രാവകങ്ങളും വാതകങ്ങളും വിട്. കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചാൽ പോരെ? കടലിൽ വ്യാപിച്ചാൽ പോരെ? ഈ നാട്ടിൽ പുല്ല് പോലും ഇന്ന് മുളയ്ക്കുമോ? എന്തെങ്കിലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും? ഏതെങ്കിലും ജീവിക്ക്? സൂക്ഷ്മജീവികളും കാണപ്പെടുന്നതും കാണപ്പെടാത്തതും മനുഷ്യർ ഉൾപ്പെടെയുള്ള സകല ജീവികളും നശിക്കില്ലേ? പരിഹരിച്ചുകൂടെ? അതിന് ഇനി ദിവസങ്ങൾ വേണോ? ഇന്ന് പരിഹരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നാളെ ഒരു ദിവസം നമുക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം 50-ലേറെ ഡാമുകൾ തകർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നാണ് സേവ് കേരള ബ്രിഗേഡിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയിയും എൻ്റെ സഹപ്രവർത്തകരും നിന്ന് സംസാരിക്കുന്നത്. അതാണ്. നേരത്തെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചു, ഈ മുല്ലപ്പെരിയാറിനെ കൊണ്ട് കേരളത്തിന് യാതൊരുവിധ ഉപകാരവുമില്ല എന്ന്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താ? അതായത് ഈ വെള്ളത്തിൽ നിന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഞാൻ പറയാം. ഈ പ്രകൃതിക്കൊരു നിയമമുണ്ട്, അമലിന് മനസ്സിലായ? അതായത് ഒരു നദി ഉത്ഭവിച്ച് ഒരു സമതലങ്ങളിലൂടെ ഒഴുകി കടലിൽ പതിക്കണം. ഇത് പ്രകൃതി നിയമമാണ്. കടലിൽ ശുദ്ധജലം വന്ന് പതിച്ചില്ലെങ്കിൽ ഓക്സിജൻ ലോകത്തുണ്ടാവില്ല. കടലിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് സീവീഡ്സ് ആണ്, കടൽപ്പായലുകളാണ്. നമ്മളൊക്കെ ഷിപ്പിലും ബോട്ടിലും ഒക്കെ ലക്ഷദ്വീപിലും പിന്നെ വിദേശത്തൊക്കെ കപ്പൽ മുഖാന്തരം പോകുമ്പോൾ നടുക്കടലിൽ ചെന്നാലും ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്നത് കടൽപ്പായൽ ഉള്ളതുകൊണ്ടാണ്. ഈ ശുദ്ധജലം
കടലിലേക്ക് ചെന്നില്ലെങ്കിൽ കടൽപ്പായലുകൾ നശിക്കും. ഇന്നതൊരു ലോക പ്രതിഭാസമാണ് കടൽപ്പായലുകളുടെ നാശം. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞപ്പോൾ ഇടുക്കി ഡാമിലെ വെള്ളം അതിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അങ്ങോട്ട് തന്നെയാണ് ഒഴുകുന്നത്. പക്ഷെ മുല്ലപ്പെരിയാർ ഡാം തടഞ്ഞു നിർത്തി ഒരു തുള്ളി പോലും കേരളത്തിലേക്ക് വിടാതെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് വിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുമ്പോൾ നശിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയുടെ ഇക്വിലിബ്രിയമാണ്, സന്തുലിതാവസ്ഥയാണ് തകർക്കപ്പെടുന്നത്. അത് ഒരു നാശം. രണ്ടാമത്തെ നാശം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കൊണ്ടുപോയി തമിഴ്നാട്ടിൽ 50,000 കോടി രൂപയുടെ കൃഷിയിൽ നിന്നുള്ള വരുമാനം, അത് അവരുടെ കണക്കാണ്, ഞാൻ പറയണതല്ല, അവരുടെ ബാലൻസ് ഷീറ്റിലുള്ള കണക്കാണ്. അപ്പോൾ 50,000 കോടി രൂപ തമിഴ്നാട്ടിൽ കിട്ടുമ്പോൾ നമുക്കെന്നാ കിട്ടുന്നുണ്ട്? പ്രാക്ടിക്കലി ഒന്നുമില്ല. ഏതാണ്ട് ഒരു നിസ്സാര കാശ്, മൂക്കിപ്പൊടി വലിക്കാനുള്ള കാശ് നമുക്ക് തരുന്നുണ്ടെന്നില്ല, 10 ലക്ഷമോ മറ്റോ. അത് കൃത്യമായിട്ട് നമ്മുടെ ഖജനാവിൽ നമ്മുടെ സർക്കാർ വാങ്ങിച്ച് വെക്കുന്നുമില്ല. ഞാൻ വാങ്ങിച്ച് വെക്കണമെന്നിട്ട് പറയുന്നുമില്ല. ഈ നിസ്സാരമായ നെഗ്ലിജിബിളി ഒരു സ്മോൾ എമൗണ്ട് കിട്ടിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ 50,000 കോടി രൂപ കൃഷിയിൽ നിന്ന് വരുമാനമുണ്ടാകുന്ന ഒരു സർക്കാർ ഒരു 10,000 കോടി തന്നാലുണ്ടല്ലോ, നമ്മുടെ സ്ഥിതി എന്താണ്? ഈ റോഡുകളുടെ വളർച്ച എന്താണ്? ഫ്ലൈ ഓവേഴ്സ് പുതിയതായിട്ട് ഉണ്ടാവില്ലേ? ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ടാവുമോ? ആർക്കെങ്കിലും അമേരിക്കയിലോ ഗൾഫ് നാടുകളിലോ പോകേണ്ടി വരുമോ? സായിപ്പന്മാർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. 50,000 കോടി രൂപയിൽ 10,000 കോടി രൂപ കേരള സർക്കാരിന് ഈ ഖജനാവിലേക്ക് മേടിച്ച് വെക്കാൻ നട്ടല്ലുണ്ട് എങ്കിൽ സായിപ്പന്മാർ കേരളത്തിൽ വന്ന്, ഇന്ന് ബംഗാളികളും ആസാമികളും വന്ന് ജോലി ചെയ്യുന്നത് പോലെ യൂറോപ്പിൽ നിന്നും സായിപ്പന്മാർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അത് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു 10% ആണ് ഈ പറയണേ. ഇലക്ട്രിസിറ്റി കിട്ടിയാലോ 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഇലക്ട്രിസിറ്റി കിട്ടിയാലോ ഇന്ന് 1000 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നവന് 100 രൂപയായിട്ട് കുറയും. എന്തൊരു നഷ്ടമാണ് നമ്മുടെ നാട്ടിൽ. അതുമാത്രമല്ല, ഈ വെള്ളം ഇടുക്കി ഡാമിൽ വന്നാൽ ഇടുക്കി ഡാമിൻ്റെ മൂലമറ്റം പവർ സ്റ്റേഷനിലെ പല ടർബൈനും കറങ്ങണില്ല, വെള്ളമില്ല. പിന്നെ കറക്കിയിട്ട് എന്താ കാര്യം? 20-30% ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനേ മൂലമറ്റം പവർ സ്റ്റേഷന് വെള്ളമുള്ളൂ. അപ്പം നമുക്ക് ഒരു എനർജി ലോസ് ഉണ്ട്. ഈ വെള്ളം ഇങ്ങോട്ട് കിട്ടാത്ത കാരണം തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്നത് 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നമുക്ക് 1000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ലോസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നഷ്ടം. സർവോപരി ഇതെങ്ങാനും തകർന്നാലോ പിന്നെ കേരളം ഉണ്ടോ? പിന്നെ എളുപ്പമായി. തമിഴ്നാട് ഇപ്പോഴേ ചോദിച്ചുകൊണ്ടിരിക്കണം, ഞങ്ങൾക്ക് പീരുമേട് വേണം, ഞങ്ങൾക്ക് ദേവികുളം വേണം, നമുക്ക് ഉടുമ്പൻചോല വേണം. ഞങ്ങൾ അവിടേക്ക് സ്ഥലം വാങ്ങിക്കൂട്ടുക. ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവന്ന് പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിൽ സ്ഥലം വാങ്ങിക്കൂട്ടുക. ഇത് മുല്ലപ്പെരിയാർ ഡാം അങ്ങ് തകർന്നാലോ മൊത്തം കേരളം അങ്ങോട്ട് എടുത്തൂടെ? ഇവിടെ ആരാ ചോദിക്കാനും പറയാനും ഉണ്ടാവുന്നത്? കുറേ വിദേശ മലയാളികളുണ്ടാവും. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ നാട്ടിലെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സമ്പൂർണ്ണമായ നാശമാണ്. പിന്നെ കേരളത്തെ തമിഴ്നാടിൻ്റെ ഒരു ജില്ലയാക്കാനായിട്ട് എന്തെങ്കിലും പാടുണ്ടോ? ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകർച്ചയിലൂടെ നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ജനതതി, നമുക്ക് പിതാക്കന്മാരായി തലമുറകളായി കിട്ടിയ സകലതിൻ്റെയും അന്ത്യമായിരിക്കും. പിന്നെ നമുക്ക് മലയാളമില്ല, കേരളമില്ല, നാടില്ല, ഒന്നുമില്ല. സർക്കാരിൻ്റെ ഉദാസീനതയാണിത്. നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായാൽ നമുക്ക് ഈ ഡാം പണിയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാരണം പറയട്ടെ, നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ അവിടെ സന്ദർശിക്കാനായിട്ട് ഇടുക്കി MP അവിടെ എത്തിയിട്ടുണ്ടായി. 3 കിലോമീറ്റർ അകലം വെച്ച് തന്നെ തമിഴ്നാട് പോലീസ് തടഞ്ഞ് തിരിച്ചു വിട്ടു. അദ്ദേഹം ഇടുക്കി MP ആണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അവിടെ ജോലി ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർ അതിനോട് പറയണേ, ഈ ഡാമിൻ്റെ പുറകുവശം ഡാം സുരക്ഷയുടെ ആൾ ഈ ഡാമിൻ്റെ പുറകുവശത്ത് ഒഴുകുന്ന വെള്ളം കണ്ടാൽ പേടിയാവുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് ജോലിയുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ വരാൻ പറഞ്ഞത് പോട്ടെ. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ, എനിക്ക് 70 വയസ്സായി, ഞാനിനി എത്ര ദിവസങ്ങളുണ്ടാവുമെന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ അതല്ല, എൻ്റെ മക്കളും മക്കളുടെ മക്കളും എന്ന് പറഞ്ഞ പോലെ എൻ്റെ നാട് മൂവാറ്റുപുഴയാണ്. അവിടെ എല്ലാവരും കൊച്ചുമക്കളുണ്ട്, പ്രായമായവർ പോട്ടെ. അവർ മണ്ണിൻ്റെ അടിയിൽ 10-15 അടി ചെളിക്കുള്ളിൽ ശ്വാസം മുട്ടി മരിക്കാൻ പാടില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. അതിന് അത്ര ശക്തമായിട്ടുള്ള പ്രതികരണമാണ്. അതിവിടുത്തെ മുഖ്യമന്ത്രി കണ്ണ് തുറന്നേ പറ്റൂ. അത് കണ്ണ് തുറപ്പിക്കുന്നവരെ ഞാൻ ഇങ്ങനെ ഉണ്ടാവും, പ്രതികരണമായിട്ടുണ്ടാവും, തിരുവനന്തപുരത്തുണ്ടാവും. ഇവിടെ നടന്നില്ല എങ്കിൽ ഞാൻ ഡൽഹിയിൽ വരെ പാർലമെൻറ്റിന് മുന്നിൽ ഞാൻ സമരം ചെയ്യാൻ പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ഡാം നിർവീര്യമാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അക്ഷീണമായ പ്രവർത്തനത്തിലാണ് ഈ സംഘടന നിലവിൽ ഉള്ളത്.
ശ്രീ വർഗീസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അലോഷ്യസ് PJ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും എല്ലാവരും തന്നെ ഈ ഒരു സംഘടനയുടെ പിന്നിൽ നിന്ന് വളരെ വലിയ പ്രവർത്തനമാണ് നിലവിലിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.